ഇപ്പോൾ അതിഥിയായി ഷൈജു ശ്രീധരൻ നായർ കൂടി ചേരുകയാണ്. അദ്ദേഹം ഈ മേഖലയിലെ വിദഗ്ധൻ കൂടിയാണ്. ശ്രീ ഷൈജു, ഇതാ ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ടുള്ള തീവണ്ടി യാത്ര ആരംഭിച്ചിരിക്കുന്നു. ലോകത്ത് തന്നെ വളരെ കുറച്ച് രാജ്യങ്ങളിൽ ആണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സർവീസ് നടക്കുന്നത്. ഇത് റെയിൽവേ മേഖലയിൽ എത്രത്തോളം വലിയ മാറ്റമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്? ഇന്ത്യൻ റെയിൽവേ സാധാരണമായി ഉപയോഗിക്കുന്ന ട്രെയിൻ ട്രാക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇന്ധനം ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഡീസൽ ലോക്കോമോട്ടീവ്സ് ആണ്. അതിൽ ഡീസൽ ലോക്കോമോട്ടീവ് എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി അല്ല. ഗ്ലോബലി ഒരു എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി ഫ്യൂവലിലേക്കാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായി പ്രൈം മിനിസ്റ്റർ മോഡിയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ വന്ന ഒരു ഐഡിയയാണ് ഹൈഡ്രജൻ ഉപയോഗിച്ച് ട്രെയിൻ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത്. അതിന്റെ ഫലമായിട്ട് ഹൈഡ്രജൻ റിന്യൂവബിൾ എനർജി, സോളാർ എനർജി വഴി ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഹൈഡ്രജനെ വിഘടിപ്പിച്ച് വെള്ളത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനാക്കി മാറ്റി ആ ഹൈഡ്രജനെ കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറിലേക്ക് കൊണ്ടുവന്ന് ഡിസ്പെൻസർ വഴി ട്രെയിനിലേക്ക് കയറ്റുന്നു. ഈ ട്രെയിനിൽ കയറിയിരിക്കുന്ന ഹൈ പ്രഷർ 350 kg പ്രഷറിലുള്ള ഹൈഡ്രജനെ ഫ്യൂവൽ സെല്ലിലേക്ക് കടത്തിവിട്ട് വീണ്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഇലക്ട്രിക് എനർജി വഴി ട്രാക്ഷൻ നടത്തുന്നു. ഇതിലുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് ഇതിൽ നിന്നും വരുന്ന എക്സോസ്റ്റ് വെള്ളമോ സ്റ്റീമോ ആയിരിക്കും. ദാറ്റ് ഈസ് 100% എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി. അതാണ് ഇന്ന് ജിന്ദില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രാജ്യത്തിന് സമർപ്പിച്ചത്. ഈ ട്രെയിൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പവറുള്ള ഹൈഡ്രജൻ ട്രാക്ഷൻ വെഹിക്കിൾ ആണ്. ഇന്ത്യയെ കൂടാതെ 4 രാജ്യങ്ങളെ ഈ ടെക്നോളജി കൈവശപ്പെടുത്തിയിട്ടുള്ളൂ. ഇന്ത്യ 5ാമത്തെ രാജ്യമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും പവർ കൂടിയ ഹൈഡ്രജൻ ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ 10 കാർ ഫോർമേഷൻ. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ 3-4 കാറുള്ള ട്രെയിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഇറ്റ്സ് എ 10 കാർ ഫോർമേഷൻ. ഈ 10 കാറിൽ 8 കാറുകളും യാത്രക്കാർക്ക് വേണ്ടിയാണല്ലേ? അതെ, 8 കാറുകൾ യാത്രക്കാർക്ക് വേണ്ടിയും 2 കാറുകളെ DPC എന്നാണ് പറയുന്നത്, ഡ്രൈ പവർ കാർ. അതിൽ ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യുകയും ബോത്ത് ഇൻ ഫ്രണ്ട് ആൻഡ് ബാക്ക് 2 സൈഡിലും ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യുന്നു. ഏകദേശം ഓരോ ഡ്രൈ പവർ കാറിലും 257 കിലോഗ്രാമോളം ഹൈഡ്രജൻ 350 kg പ്രഷറിൽ സംഭരിച്ചിട്ടുണ്ട്. അത് സംഭരിക്കാനുള്ള ഓട്ടോമൊബൈൽ പെട്രോൾ പമ്പുകളിലൊക്കെ കാണുന്ന പോലെയുള്ള ഡിസ്പെൻസറുകൾ, ആ ഡിസ്പെൻസറും ഇതിനെ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിച്ചു വരുന്ന ഹൈഡ്രജനെ ഹൈ പ്രഷറിലേക്ക് മാറ്റി 500 കിലോ പ്രഷറിലേക്ക് മാറ്റാനുള്ള എക്യുപ്മെന്റുകളും കേരളത്തിലെ കൊച്ചിയിൽ ഉള്ള ഫ്ലൂട്ടോൺ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും മലയാളികൾക്ക് അഭിമാനിക്കാം. ഒപ്പം സാർ ഇപ്പോൾ അവിടെ തന്നെയാണോ ഉള്ളത്? സാറും ഈ പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നല്ലോ അല്ലെ? അതെ, ഞാൻ ഈ പ്രോജക്ടിന്റെ ഡയറക്ടർ ഓപ്പറേഷൻസ് ആണ്. ഞാൻ ഇപ്പോൾ ജിൻഡിലാണ് ഉള്ളത്. ഞാൻ പ്രൈം മിനിസ്റ്റർ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന സെറിമണിന്ന് ഞാൻ ജസ്റ്റ് പുറത്ത് വന്ന് ഫോണൊന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന സമയത്താണ് താങ്കൾ. തീർച്ചയായും താങ്കൾക്ക് സമയപരിമിതി ഉണ്ട് എന്നറിയാം. അങ്ങനെ അവസാനിപ്പിക്കണമെങ്കിൽ താങ്കൾ തന്നെ അത് പറഞ്ഞാൽ മതി. ഒരൊറ്റ കാര്യം കൂടി, ഈ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പലർക്കും പ്രേക്ഷകർക്കൊക്കെ ഉണ്ടായ സംശയം, ഇതൊരു അപകടം, നമ്മുടെ റെയിൽവേയിലൊക്കെ വളരെ അപൂർവമാണ് അപകടമെങ്കിൽ പോലും താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ഈ ഹൈഡ്രജൻ ഒന്ന് വലിയ സമ്മർദ്ദത്തിലാണല്ലോ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. 2 അതിൻ്റെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഒക്കെ ഏറ്റവും കുറഞ്ഞ ഡിഗ്രിയിലായിരിക്കണം ചൂട്. അപ്പോൾ അതൊരു ഈ അപകടത്തിന്റെ അതിന്റെ ഒരു സുരക്ഷയെ സംബന്ധിച്ച് എന്താണ് സാർ അതിൽ ഒരു ഉറപ്പ്? ഇതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം NFPA 2 സ്റ്റാൻഡേർഡ് പ്രകാരമുള്ളതാണ്. നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ 2 സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ഇതിന്റെ ഡിസൈനിങ്ങും ഇതിന്റെ മാനുഫാക്ചറിങ്ങും എല്ലാ ആക്ടിവിറ്റിയും നടത്തിയിരിക്കുന്നത്. പിന്നെ ഇതിലെല്ലാം ധാരാളമായിട്ട് സെൻസറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ റൂം ടെമ്പറേച്ചർ പ്ലസ് ഹൈഡ്രജൻ സ്റ്റോറേജ് ടെമ്പറേച്ചർ ഒരു പരിധിക്ക് പുറത്തു പോവുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ആവാനുള്ള അറേഞ്ച്മെന്റും ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം 100% സുരക്ഷയോട് കൂടിയുള്ള മാനദണ്ഡങ്ങളാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. ശരി ശരി ഒരു കാര്യം കൂടി, നമ്മൾ ഈ കേരളത്തിൽ നിന്നടക്കമാണ് ഇതിന്റെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു.
ഈ കേരളത്തിലേക്ക് ഈ സർവീസ് നമുക്ക് ഉടനെയെങ്ങാൻ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? കേരളത്തിൽ ഈ ഹൈഡ്രജൻ ട്രെയിൻ ഉള്ള സർവീസുകൾ എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ അതർ മൊബിലിറ്റി സെക്ടറുകളിൽ ഇത് വളരെ വിദൂരമല്ലാത്ത രീതിയിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഭാരത് പെട്രോളിയത്തിന്റെയും കൊച്ചിൻ എയർപോർട്ടിന്റെയും സംയുക്ത സംരംഭത്തോടു കൂടിയ ഹൈഡ്രജൻ സ്റ്റേഷൻ ഏതാണ്ട് പൂർത്തീകരിക്കുകയാണ്. ശരി, എന്തായാലും വളരെ നന്ദി. താങ്കൾ ആ ചടങ്ങിനിടയിലാണ് പുറത്തിറങ്ങി വന്നാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഞങ്ങൾക്കും അഭിമാനമുണ്ട്, കാരണം ഈ പ്രൊജക്ടിൻ്റെയൊക്കെ തലപ്പത്ത് മലയാളികളാണ് ഉള്ളത്. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നിന്നടക്കമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ബന്ധിപ്പിക്കുന്നതിൽ പങ്കാളികളായിട്ടുള്ളത് എന്നത് തീർച്ചയായും അങ്ങേയറ്റം അഭിമാനകരമാണ്. വളരെയധികം നന്ദി സാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. തീർച്ചയായും ഒരുപക്ഷെ നേരത്തെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. ലോകം ഒന്നാകെ ഈ ഹരിതഗ്രഹവാതകത്തിൻ്റെ ബഹിർഗമനം കുറയ്ക്കുക, ഏറ്റവും സൗഹാർദ്ദപരമായ യാത്രാ സംവിധാനങ്ങളിലേക്ക് പോവുക എന്നതിന് ഊന്നൽ നൽകുമ്പോൾ അതിലൊരു പടി കൂടി ഇന്ത്യ മുന്നിലേക്ക് പോയി എന്നുള്ളതാണ്. അതായത് ലോകത്തിപ്പോൾ ഈ പവർ ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനുകൾ സർവീസ് നടത്തുമ്പോൾ ആ ട്രെയിനുകളുടെ കപ്പാസിറ്റി കുറവാണ് എങ്കിൽ ഏറ്റവും ഉയർന്ന കപ്പാസിറ്റിയിൽ 10 കോച്ചുകൾ ആണ് ഈ ട്രെയിനിൽ ഉള്ളത്. അത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഏറ്റവും പവർഫുള്ളായ വെഹിക്കിൾ ആണ്, ട്രെയിൻ ആണിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.